സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുടെ താലി പുഴയിലൊഴുക്കി കളഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഇനി തനിക്കെതിരെ ഒരു പ്രശ്നം വരില്ലെന്നും ആർക്കും ഒരു കാലത്തും തൻ്റെ കഴുത്തിലല്ല വരുൺ താലി കിട്ടിയതെന്ന് തെളിയിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ധൈര്യത്തിൽ മതിമറന്ന് സന്തോഷിക്കുകയാണ് പ്രിയങ്ക. അങ്ങനെ ഇനി എങ്ങനെയെങ്കിലും വരുണിൻ്റെ മനസ്സിൽ ഇടം പിടിക്കണമെന്നും പറഞ്ഞ് വരുണിനെ മാറ്റിയെടുക്കാനായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ പ്രിയങ്കയെ കൺമുമ്പിൽ കാണുന്നതും നിയന്ത്രണം വിട്ട് വരുൺ പ്രിയങ്കയോട് പൊട്ടിത്തെറിക്കുകയും പ്രിയങ്കയെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ അരികിലേക്ക് ചെല്ലുകയും ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ വരുണിൻ്റെ പെരുമാറ്റമൊക്കെ കണ്ട് ഭയന്ന് നിൽക്കുവാണ് പ്രിയങ്ക. ഇതേസമയം ഭ്രാന്തളങ്കി റൂമിലേക്ക് എത്തുന്ന വരുണ് അവിടെ മേശയുടെ അടിയിൽ കിടക്കുന്ന താലി വരുണിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ വരുൺ ആ താലി എടുക്കുമ്പോഴേക്കും താൻ രാധികയുടെ കഴുത്തിൽ കിട്ടിയ താലിയായിരുന്നു അതെന്ന് വരുൺ തിരിച്ചറിയുവാണ് കേട്ടോ. അങ്ങനെ ആ താലി ഒളിപ്പിച്ച് മാറ്റിയതും അതിൻ്റെ എല്ലാം പിന്നിൽ പ്രിയങ്കയാണെന്ന് വരുൺ തിരിച്ചറിയുക. എന്താണെങ്കിലും രാധിക വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ് ഇപ്പോൾ ഈ താലി എൻ്റെ കൺമുമ്പിൽ എത്തിച്ചത്. ഇതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. സത്യങ്ങൾ എല്ലാവരും അറിയിക്കാനുള്ള സമയമായി. ഇനി ഞാൻ ആരെയും കാത്തു നിൽക്കുന്നില്ല. നാളെ തന്നെ ചെന്ന് രാധികയുടെ അച്ഛനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും. അദ്ദേഹം എനിക്കും രാധികയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. രാധികയുടെ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഞാൻ രാധികയുടെ കഴുത്തിൽ കിട്ടിയ ഈ താലി മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് എല്ലാ സത്യങ്ങളും തന്ത്രികളെ അറിയിക്കാനായിട്ട് ആറ്റുവാശ്ശേരിയിലെത്തുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം വരുണിനെ കാണുന്നത് മുത്തശ്ശി യശോദൻ തടയുന്നുണ്ട്. അന്നേരം വരുൺ പറയണേ, ഇന്നത്തോടെ എല്ലാ കളികൾക്കും അവസാനമാകുവാണ്. ഞാനാണ് രാധികയുടെ കഴുത്തിൽ താലി കിട്ടിയെന്നുള്ള സത്യം അച്ഛനോട് ഇപ്പം വിളിച്ച് പറയാൻ തന്നെ ഞാൻ പോകുന്നത്. അതിലുള്ള തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് വരുൺ അവർ രണ്ടുപേരും തട്ടിമാറ്റി അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് യശോദയും മുത്തശ്ശിയൊക്കെ. അന്നേരം വരുണിനെ കാണുന്നതും തന്ത്രികൾ പുറത്തേക്ക് വരുവാ. ഇതാര് വരുൺ മോനോ? മോനെന്താ പെട്ടെന്ന് വാ മോനെ. അങ്ങനെയൊക്കെ പറഞ്ഞ തന്ത്രി വരുണിനകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയം വരുൺ ദേവന് മുമ്പിൽ രാധികയുടെ കഴുത്തിൽ കെട്ടിയ ആ താലിയുണ്ടല്ലോ അതെടുത്ത് കാണിച്ചിട്ട് ദേവനോട് പറയണേ, ഇത് ഞാൻ രാധികയുടെ കഴുത്തിൽ കെട്ടിയ താലിയാണ്. ആ വാക്കുകൾ കേൾക്കുന്നതും ദേവൻ വിശ്വസിക്കാനാവാതെ എന്താ പറയുന്നുള്ള മട്ടിൽ ഞെട്ടിലോട്ട് കൂടി നിൽക്കുവാണ്. അന്നേരം വരുൺ പറയണേ, ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും ഒക്കെ രാധികയാണ്. രാധികയ്ക്കും എന്നെ ഇഷ്ടമായിരുന്നു. എന്നാൽ അതിനിടയിലും എൻ്റെ വീട്ടുകാർക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നു. അങ്ങനെയാണ് പ്രിയങ്ക മണ്ഡപം വരെ എത്തിയത്. അങ്ങനെ മണ്ഡപത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം വരുൺ പറയണേണ്. മണ്ഡപത്തിൽ വെച്ച് ഞാൻ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിൽ തന്നെയാണ്. മുഖം മറിച്ച് എൻ്റെ അരികെ വന്നിരുന്നതും രാധികയാണ്. ഈ താലി അയാളുടെ കഴുത്തിലാണ് ഞാൻ കെട്ടിയത്. എന്നിട്ടും പ്രിയങ്കയെ കണിമംഗലത്തെ മരുമകളാക്കാനായിട്ട് മുത്തശ്ശിയുടെ തലയിൽ ഉദിച്ച കുരുട്ട് ബുദ്ധി, അതിൻ്റെ ഫലമായിട്ടാണ് പ്രിയങ്ക എൻ്റെ കൂടെ കണിമംഗലത്തേക്ക് എൻ്റെ ഭാര്യയായിട്ട് കടന്നു വന്നത്. എന്നാൽ അവളുടെ കഴുത്തിലല്ല ഞാൻ താലി കിട്ടിയത്. ഇതറിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാൻ പ്രതികരിച്ചതാ. എന്നാൽ ഞാൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. സ്വന്തം അനുജത്തിക്കും എടുത്തു വളർത്തിയത് എൻ്റെ വീട്ടുകാർക്കും വേണ്ടി രാധികയും ത്യാഗം ചെയ്തു. ആ പാവത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചു ഈ മുത്തശ്ശി. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും അച്ഛൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയമായിരിക്കുന്നു. എന്താമ്മേ, അമ്മക്കൊന്നും പറയാനില്ലേ? അമ്മക്കും കൂടി അറിയാമായിരുന്നല്ലോ ഈ കാര്യങ്ങളെല്ലാം. അതുകൂടി കേൾക്കുന്നതോടെ ദേവൻ അങ്ങ് തകർന്നു പോകുവാണ്ടോ. ഈ സമയം ദേവൻ ചോദിക്കണേ, യശോദേ, സത്യമാണോ ഞാൻ ഈ കേട്ടതൊക്കെ? വരുൺ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് എന്ത് പറയണമെന്നറിയാതെ ഞെട്ടിലോട്ട് കൂടി നിൽക്കുവാണ് യശോദ. ഈ സമയം ദേവൻ യശോദയെ വിളിച്ചുകൊണ്ടുപോയി പൂജാമുറി കൊണ്ടു നിർത്തി സത്യങ്ങളെല്ലാം പറയിപ്പിക്കുവാണ്. അതെല്ലാം അറിയുന്നതോടെ ദേവൻ അങ്ങ് തകർന്നു പോകുവാണ് കേട്ടോ. ഈ സമയം ഈ വിവരങ്ങൾ അറിഞ്ഞ് പ്രിയങ്കയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയെ കാണുന്നതും ദേവൻ പൊട്ടിത്തെറിക്കുവാണ്. രാധിക മോളുടെ ജീവിതത്തോട് നീ തട്ടിത്തെറിപ്പിച്ച് എടുത്തത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എൻ്റെ മോളോട് ഈ ക്രൂരത ചെയ്യാൻ ഞാനും കൂടി കൂട്ടുനിന്നല്ലോ. യശോദേ, തനിക്കിതെങ്ങനെ തോന്നിയടോ? തനിക്കെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? കാണണ്ട, എനിക്ക് നിന്നെ കാണണ്ട എന്നും പറഞ്ഞ് ദേവൻ നേരെ റൂമിലേക്ക് പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദേവനെ ആശ്വസിപ്പിക്കാനായിട്ട് റൂമിലേക്ക് കയറി ചെല്ലുവാണ് യശോദ. പിന്നാലെ മുത്തശ്ശിയും പ്രിയങ്കയും ചെല്ലുന്നുണ്ട്. ഈ സമയം ദേവൻ കാട്ടിൽ കിടക്കുമായിരിക്കും. അന്നേരം ദേവനെ വിളിച്ച് ഉണർത്താനായിട്ട് യശോദ നോക്കുവാണ് കേട്ടോ. പെട്ടെന്നാണ് ദേവൻ ആർക്കുമില്ലാതെ കിടക്കുവാണെന്ന് അവർ തിരിച്ചറിയുന്നത്. അങ്ങനെ അവരെല്ലാവരും ദേവനെ മടിയിലേക്ക് കിടത്തി എല്ലാവരും മാറി മാറി വിളിക്കുവാണ് കേട്ടോ. ദേവന് എന്താ സംഭവിച്ചതെന്നറിയാതെ ടെൻഷനിലും ഭയത്തിലൊക്കെ മാറി മാറി ദേവനെ വിളിക്കുവാണ് അവരെല്ലാവരും. പിന്നീട് കാണിക്കുന്നത് രാധികനെയാണ്. രാധികയുടെ മനസ്സിലും എന്തോ ചില അസ്വസ്ഥതകളൊക്കെ തോന്നുവാണ്. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെ രാധികയുടെ മനസ്സിൽ തോന്നുവാണ്. അങ്ങനെ ഭഗവാന്റെ കൃഷ്ണൻ്റെ രൂപവും കയ്യിലെടുത്ത് അത് നെഞ്ചോട് ചേർത്ത് വെക്കുക. എന്താ കൃഷ്ണ ഇങ്ങനൊരു തോന്നല്? മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുന്നു. അച്ഛനെ കാണാനായിട്ട് തോന്നുക. എന്താ ഇത്? അച്ഛനെ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് രാധികയും ടെൻഷനോട് കൂടിയും ഭഗവാനെ ആ രൂപം ചേർത്ത് പിടിച്ച് നിൽക്കുവാണ്. എന്താണെങ്കിലും വീട്ടിലേക്കൊന്ന് വിളിച്ച് നോക്കാം. അങ്ങനെ പറഞ്ഞ് ഫോൺ എടുത്ത് യശോദയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ് കേട്ടോ രാധിക. ഫോൺ എടുക്കാത്ത കാരണം ആകെ ടെൻഷനിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന രാധികേനെയും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.